യുഎസിൽ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട H-1B വിസക്കാരായ ഇന്ത്യക്കടക്കമുള്ള വിദേശ സാങ്കേതിക ജീവനക്കാർക്ക് അടുത്ത ജോലി കണ്ടെത്താനുള്ള 60 മാസത്തെ ലീഗൽ കാല ഇളവിനിടെ അവർക്കൊരു ഡീപ്പോർട്ടേഷൻ നോട്ടീസ് ലഭിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? അതാണ് ഇപ്പോൾ ഇന്ത്യക്കാർക്കടക്കം യുഎസിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഡീപ്പോർട്ടേഷന് തൊട്ട് മുന്നോടിയായുള്ള ആ നോട്ടീസ് അയക്കൽ അത് ഇപ്പോൾ യുഎസ് അധികൃതർ തകൃതിയായി ആരംഭിച്ചിരിക്കുന്നു. വ്യാപകമായിട്ടല്ലെങ്കിലും യുഎസിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ വിഭാഗങ്ങളിൽ ഇന്ത്യക്കാരടക്കമുള്ള H-1B വിസക്കാർ അവരുടെ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അത് അവർ ആ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, അവർ മറ്റൊരു ജോലി തേടിക്കൊണ്ടിരിക്കുകയാണോ എങ്കിൽ 60 ദിവസത്തെ ആ കാലാവധിക്കിടയ്ക്ക് അവർക്ക് ഒട്ടും താമസിയാതെ തന്നെ ഈ ഡീപ്പോർട്ടേഷൻ നോട്ടീസ് കൈമാറുന്ന തിരക്കിലാണ് ഇപ്പോൾ യുഎസ് അധികൃതർ. ഡീപ്പോർട്ടേഷന് മുമ്പുള്ള നടപടിക്രമമാണ് ഇപ്പോൾ ഐസ് വിഭാഗം തുടങ്ങി വച്ചിരിക്കുന്നത്. നിലവിലെ ജോലി നഷ്ടപ്പെട്ടാൽ ഇന്ത്യക്കടക്കമുള്ള H-1B വിസക്കാർ പുതിയൊരു തൊഴിൽ ദാതാവിനെ കണ്ടെത്തിയിരിക്കണം. ആ തൊഴിൽ ദാതാവിൻ്റെ അക്കൗണ്ടിലേക്ക് തങ്ങളുടെ H-1B വിസ മാറ്റിയിരിക്കണം എങ്കിൽ സേഫായി. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ തങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് B2 വിസിറ്റർ എന്ന പേരിലേക്ക് മാറ്റുക എന്നാണ്. അല്ലെങ്കിൽ ഏറ്റവും കടുത്ത, ഒരിക്കലും അംഗീകരിക്കാനാകാത്ത അടുത്ത നടപടി സ്വമേധയാ ഈ H-1B വിസക്കാർ US വിട്ടുപോരുക എന്നത് മാത്രമാണ്. ഇതിൽ മൂന്നാമത്തെ സ്വമേധയാ US വിട്ടുപോകുക എന്നൊരു ഓപ്ഷനാണ് US അധികൃതർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഇങ്ങനെയാണ് യുഎസിലെ സ്ഥിരം ലീഗൽ റെസിഡൻസായ ഇന്ത്യക്കടക്കമുള്ള സാങ്കേതിക വിദഗ്ധരെ അമേരിക്കൻ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടി എന്നാണ് ഇപ്പോൾ യുഎസിൽ ഉയർന്ന ചോദ്യം. പക്ഷേ അതിന് യുഎസ് സർക്കാരോ ഐസ് അധികൃതരോ മറ്റ് ഇമിഗ്രേഷൻ വിഭാഗത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരോ ഒന്നും ഒരു മറുപടി നൽകുന്നില്ല. കൃത്യമായി നോട്ടീസുകൾ കൃത്യമായി ജോലി നഷ്ടപ്പെട്ടവർക്ക് അടുത്ത ജോലി അന്വേഷിച്ച് ഇരിക്കുന്ന കാലയളവിൽ ലഭിക്കുന്നുണ്ട്. യുഎസിലെ ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ നിയമപ്രകാരം ഹോംലാൻഡ് സെക്യൂരിറ്റി അടക്കം എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഇത്തരത്തിലുള്ള നോട്ടീസ് H-1B വിസക്കാർക്ക് അയക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് അവരെടുത്ത് പ്രയോഗിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും ആശങ്കയിലാക്കുന്നതും ഇന്ത്യക്കാരെ തന്നെയാണ്. യുഎസിലുള്ള ഇന്ത്യക്കാരിൽ 70% പേരും H-1B വിസക്കാരാണ്. ഏറെക്കാലമായി യുഎസിൽ ജോലി ചെയ്യുന്ന IT, ടെക്, എഞ്ചിനീയറിംഗ് വിദഗ്ധരാണ് ഇവർ. പക്ഷേ അവരുടെ യോഗ്യതയോ ആത്മാർത്ഥതയോ സേവന സന്നദ്ധതയോ അവരുടെ റെപ്യൂട്ടേഷനോ ഒന്നും നോക്കാതെയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം അവരെ പുറങ്കാലം കൊണ്ടടിക്കാൻ ശ്രമിക്കുന്നത്. ഈ തീരുമാനത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ലെന്ന് അടിക്കടി ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നുമുണ്ട്. അതിൽ കടുംപിടുത്തമാണ് ഡൊണാൾഡ് ട്രംപും കാട്ടുന്നത്. കടുത്ത ട്രംപ് അനുകൂലികളായ ചില സെനറ്റർമാർ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന ജനുവരി കാലയളവിൽ ഇന്ത്യക്കാരായ H-1B വിസക്കാരെ രാജ്യത്തു നിന്നും പുറത്താക്കണമെന്ന് വരെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് ട്രംപിൻ്റെ മറുപടി ഒരിക്കലും അത് പാടില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷേ അധികാരത്തിലേറിയപ്പോൾ ട്രംപിൻ്റെ നിറം മാറി, സ്വഭാവം മാറി. കയ്യിലിരിപ്പ് മാത്രം മാറിയില്ല, ട്രംപ് ഇന്ത്യക്കടക്കമുള്ള വിദേശ വിദഗ്ധ ജീവനക്കാരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. അവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണ്. ഇത് രണ്ടും സ്വമേധയാ യുഎസ് വിട്ടു പോയില്ലെങ്കിൽ ഇവർക്കുള്ള അടുത്ത ശിക്ഷ ഡീപ്പോർട്ടേഷനാണ്. അത് ചിലപ്പോൾ സ്വന്തം നാട്ടിലേക്കാകാം, അല്ലെങ്കിൽ ട്രംപ് ഇപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന അലിഗേറ്റർ കേന്ദ്രങ്ങളിലേക്ക് വല്ലതും ആകാം. എല്ലാ കാലവും ഇന്ത്യ യുഎസിനോട് അവിടെ മാറി മാറി വരുന്ന അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ആവശ്യപ്പെടുന്നത് H-1B1 വിസകളുടെ എണ്ണം കൂട്ടുക, അതിനുള്ള ആ വിസ ലഭിക്കുന്നതിനുള്ള ഇളവുകൾ വർദ്ധിപ്പിക്കുക എന്നൊക്കെയാണ്. അതാണ് ഇന്ത്യക്ക് വേണ്ടത് പരമപ്രധാനം. കാരണം ഇന്ത്യക്കാരായ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഹൈടെക് ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയും ജീവിത സാഹചര്യവും ഇന്ത്യക്ക് പുറത്തും ഉറപ്പുവരുത്തുക എന്നതാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു ദൗത്യം, ലക്ഷ്യം. അത് പ്രകാരമാണ് ഇങ്ങനെ യുഎസ് പ്രസിഡന്റുമാരെ കാലുപോയി പിടിച്ച് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയുമൊക്കെ ഇത്തരം ആവശ്യങ്ങൾ അടിക്കടി ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്തവണ ട്രംപിൻ്റെ ഇന്ത്യമടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളോടുള്ള, വികസ്വര രാജ്യങ്ങളോടുള്ള പുച്ഛം, വിരോധം ഇതൊക്കെ വിനിയോഗിക്കുന്നത് ഇന്ത്യയിലെ യുഎസിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾക്കാണ്, വിദഗ്ധ ജീവനക്കാർക്കാണ്. ഇന്ത്യയെ പുച്ഛിച്ച് യുഎസിൽ പോയി താമസിക്കുന്ന ചെറിയൊരു ശതമാനവുമുണ്ട് ഇവരുടെ കൂടെ. പക്ഷേ ബഹുഭൂരിപക്ഷവും യുഎസിൽ കുടുംബവുമായി സെറ്റിൽ ചെയ്തവർ. യുഎസിൽ കിട്ടുന്ന ജീവിത സൗകര്യങ്ങൾ എന്തായാലും അവർക്ക് ഇന്ത്യയിൽ കിട്ടില്ലെന്ന് ഉറപ്പാണ്. ഒരിക്കൽ യുഎസിലെ
അവിടെ ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഇവർ അനുഭവിച്ചു തുടങ്ങിയാൽ പിന്നെ അവർക്കോ അവരുടെ കുടുംബത്തിനോ മക്കൾക്കോ ഒന്നും ഇന്ത്യയിൽ തിരിച്ചു വരണമെന്ന് പോലും തോന്നില്ല. അത് യാഥാർത്ഥ്യം. അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്ത്യയിൽ അത്തരം തൊഴിലവസരങ്ങളോ അല്ലെങ്കിൽ അത്തരം ഉയർന്ന ജീവിത സാഹചര്യങ്ങളോ ഒരുക്കാൻ ഇന്ത്യയെ പോലെ വികസിത രാജ്യത്തിന് ഇനിയും സാധിക്കാൻ കാലമേറി വേണ്ടി വരും എന്നുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു തൊഴിൽ മേഖലയിലെ ജീവിത സാഹചര്യങ്ങളിലെ ഒരു വ്യത്യാസം ഇന്ത്യയും യു എസും തമ്മിൽ ഇപ്പോഴും തുടരുന്നത്. അത് മാറും. ഇന്ത്യൻ സർക്കാർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 10 വർഷത്തിനകം ആ ഒരു സാഹചര്യത്തിൽ മാറ്റം വരുമെന്ന് ഉറപ്പാണ്. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ ഈ ഇന്ത്യയിലെ ഹൈടെക് വിദഗ്ധർ തയ്യാറല്ല എന്നിടത്താണ് ഈ അപകടത്തിൻ്റെ മറ്റൊരു മുഖമിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഈ ജീവനക്കാർക്ക് നൽകാൻ കഴിയുന്ന ഒന്നുണ്ട്: ജീവിത സുരക്ഷ, തൊഴിൽ ഭദ്രത. കുറഞ്ഞ ശമ്പളമാണെങ്കിലും ഇന്ത്യയിൽ അത് കൃത്യമായി ലഭിക്കും. നിങ്ങൾ പണിയെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കുള്ള വേതനം ലഭിക്കും. നിങ്ങളുടെ കുടുംബവും പെറ്റനാടായ ഇന്ത്യയിൽ സുരക്ഷിതമായിരിക്കും. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ചേതോവികാരം എത്ര വിദേശി ഇന്ത്യക്കാർക്കുണ്ടെന്നത് മറ്റൊരു കാര്യം. മേക്ക് ഇൻ ഇന്ത്യ എന്നത് ഇത്തരം വിദേശത്തുള്ള വിദഗ്ധരുടെ കൂടി ശ്രമത്തിൻ്റെ ഫലമായാണ് കൂടുതൽ യാഥാർത്ഥ്യമാകുന്നത് എന്നതുകൂടി ഓർക്കണം. അതാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. എന്തായാലും യു എസിലെ ഇന്ത്യക്കാരുടെ സുരക്ഷയും ജീവിത ഭദ്രതയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ നടപ്പാക്കുന്നത്. അല്ലാതെ ഇനി ട്രംപിനോട് പോയി കാൽ വീണ് കെഞ്ചാനൊന്നും നരേന്ദ്രമോദിയെയോ കേന്ദ്ര സർക്കാരിനെ കിട്ടില്ലെന്ന് ഉറപ്പാണ്. അവരതിന് തയ്യാറാകുകയുമില്ല. ഇന്ത്യയുടെ വ്യക്തമായ ഡിപ്ലോമസിയിലൂടെ, നയതന്ത്ര ബന്ധങ്ങളിലൂടെ, ഇന്ത്യയുടെ ആ നയതന്ത്ര കരുത്തിലൂടെ അമേരിക്ക എടുക്കുന്ന കടുത്ത നടപടികളെ പ്രതിരോധിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ ഇന്ത്യക്ക് മുന്നിലുള്ളത് ഈ H-1B വിസക്കാർ യു എസ് വിട്ടു വന്നാൽ അവർക്ക് ഇന്ത്യയിൽ വളരെ വ്യക്തമായ, വളരെ ഉയർന്നൊരു തൊഴിൽ സാഹചര്യം ഉണ്ടാക്കി നൽകുക എന്നത് മാത്രമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച